സക്സസ് ഫൈലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിലൂടെ ചെയ്യാൻ പോകുന്നത് ഒരു മോക്ക് ടെസ്റ്റ് ആണ്. സെലക്ട് ചെയ്തിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ് എടുത്തിരിക്കുന്നത്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏത്? കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല. ഏറ്റവും വലിയ ജില്ല ഇടുക്കി ജില്ലയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി ജില്ലയാണ്. ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴയാണ്. പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ഏത്? പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ചിന്നാർ. ഓപ്ഷൻ ബി ആണ് ഉത്തരം, ചിന്നാർ. പ്രവൃത്തിയുടെ യൂണിറ്റ്. പ്രവൃത്തിയുടെ യൂണിറ്റ് ജൂൾ ആണ്. ജൂൾ. പ്രവൃത്തിയുടെ യൂണിറ്റ് ജൂൾ. തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതി. തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് സംവഹനം. ഓപ്ഷൻ ബി, സംവഹനം. ഭരണഘടനയിലെ 19ാം വകുപ്പ് പ്രകാരം ശരിയായ പ്രസ്താവന ഏത്? തന്നിരിക്കുന്നു. സഞ്ചാര സ്വാതന്ത്ര്യം, വിദ്യാഭ്യാസത്തിനുള്ള സ്വാതന്ത്ര്യം, സംഘടനാ രൂപീകരണത്തിനുള്ള സ്വാതന്ത്ര്യം. 19ാം വകുപ്പ് പ്രകാരം ശരിയായ പ്രസ്താവന ഏത് എന്നതാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 1ഉം 3ഉം ശരിയാണ്. ഏതൊക്കെയാണ്? സഞ്ചാര സ്വാതന്ത്ര്യം, സംഘടനാ രൂപീകരണത്തിനുള്ള സ്വാതന്ത്ര്യം. ഏത് വകുപ്പാണ്? 19ാം വകുപ്പ്. റൗലറ്റ് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട വ്യക്തികൾ. റൗലറ്റ് പ്രക്ഷോഭം. ഓപ്ഷൻ ഡി 1ഉം 4ഉമാണ്. സത്യപാൽ മലിക്കും സൈഫുദ്ദീൻ കിച്ലുവുമാണ് റൗലറ്റ് പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികൾ. സത്യപാൽ മലിക്, സൈഫുദ്ദീൻ കിച്ലു. ആസാമിലെ കാസിരംഗ ദേശീയോദ്യാനം ഏത് മൃഗത്തിന് പ്രസിദ്ധമാണ്? ആസാമിലെ കാശിരംഗ ദേശീയോദ്യാനം ഏതാണ്? ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗമാണ്. ഓപ്ഷൻ ബി, ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം. അപ്പൊ കാസിരംഗ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ആസാമാണ്. സംരക്ഷിത മൃഗം ഏതാണ്? ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗമാണ്. ഝാൻസി റാണി വീരമൃത്യു വരിച്ച വർഷം. ഝാൻസി റാണി വീരമൃത്യു വരിച്ച വർഷം 1858 ആണ്. ഓപ്ഷൻ എ, 1858. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു ചൈനീസ് പ്രധാനമന്ത്രിയായ ചൗ എൻ ലായുമാണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത്. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹമാണ്. ചമ്പാരൻ സത്യാഗ്രഹമാണ് ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്കായിട്ടുള്ള ചോദ്യം, ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം കമന്റ് ചെയ്യുക. ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം കമന്റ് ചെയ്യുക. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആര്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ആണ്. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ആയിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ ഉപരാഷ്ട്രപതി. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. നിലവിൽ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ആരാണ്? CP രാധാകൃഷ്ണൻ ആണ് നിലവിൽ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി. CP രാധാകൃഷ്ണൻ. അടിയന്തരാവസ്ഥ കാലത്ത് മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്? അടിയന്തരാവസ്ഥ കാലത്ത് മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്? 359 ആണ്. 359ാം വകുപ്പ് പ്രകാരമാണ് അടിയന്തരാവസ്ഥ കാലത്ത് മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത്. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് 1993 ഓപ്ഷൻ ബി ആണ് ഉത്തരം, 1993. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആര്? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ്. ഓപ്ഷൻ ഡി, ഗവർണർ.
സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ആര്? മുഖ്യമന്ത്രിയാണ്. ഓപ്ഷൻ ബി മുഖ്യമന്ത്രി. കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള പഞ്ചായത്ത് ഏത്? മഞ്ചേശ്വരമാണ്. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള പഞ്ചായത്ത് മഞ്ചേശ്വരം. കേരളത്തിൽ കളിമൺ നിക്ഷേപം കൂടുതലുള്ള പ്രദേശം. കേരളത്തില് കളിമൺ നിക്ഷേപം കൂടുതലുള്ള പ്രദേശം കുണ്ടറയാണ്. ഓപ്ഷൻ സി കുണ്ടറ. 1114 കഥ എന്ന കൃതി രചിച്ചത് ആര്? 1114 കഥ എന്ന കൃതി രചിച്ചത് അക്കാമ ചെറിയാനാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. അക്കാമ ചെറിയാൻ. 1114 കഥ അക്കാമ ചെറിയാൻ. ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ച വർഷം. ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ചത് 1797 1797 ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ചത്. ഒന്നാം പഴശ്ശി കലാപത്തിന്റെ കാലയളവ് 1793 മുതൽ 1797 വരെ ആയിരുന്നു. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഉപദ്വീപീയ നദികളിൽ ഉൾപ്പെടാത്തത് ഏത്? ഉപദ്വീപീയ നദികളിൽ ഉൾപ്പെടാത്തത് ഗംഗാ നദിയാണ്. ഓപ്ഷൻ ബി ഗംഗ. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ച സ്ഥലം ഏത്? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് എവിടെ നിന്നുമാണ്? മീററ്റിൽ നിന്നുമാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് രാജാറാം മോഹൻ റോയ് ആണ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ്. ചോർച്ച സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആര്? ദാദാബായ് നവറോജി ആണ്. ലാൽ പാൽ ബാൽ കൂട്ടുകെട്ട് ഇന്ത്യൻ ദേശീയ സമരത്തിലെ ഏത് കാലഘട്ടത്തിൽ ഉൾപ്പെടുന്നു? ലാൽ പാൽ ബാൽ കൂട്ടുകെട്ട് ഇന്ത്യൻ ദേശീയ സമരത്തിലെ ഏത് കാലത്തിൽ ഉൾപ്പെടുന്നു? തീവ്ര ദേശീയതയുടെ കാലഘട്ടം. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആയിരുന്നത് ഫസൽ അലി. തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കുക എന്ന ആവശ്യവുമായി നിരാഹാര സമരം നടത്തി മരണമടഞ്ഞ സ്വാതന്ത്ര്യ സമര സേനാനി. തെലുങ്ക് സംസാരിക്കുന്നവർക്കായിട്ട് ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കുക എന്ന ആവശ്യവുമായിട്ട് നിരാഹാര സമരം നടത്തി മരണമടഞ്ഞ സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? പോട്ടി ശ്രീരാമലു ആണ്. ഓപ്ഷൻ ബി പോട്ടി ശ്രീരാമലു. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദി ഏത്? കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ളത് പെരിയാർ നദിയിലാണ്. ഏത് രോഗത്തിനെ തടയാനാണ് BCG വാക്സിൻ എടുക്കുന്നത്? ഏത് രോഗത്തിനെ തടയുവാനായിട്ടാണ്? ക്ഷയം. BCG വാക്സിൻ ക്ഷയം. ലെപ്റ്റോസ്പൈറ ബാക്ടീരിയ ഉണ്ടാക്കുന്ന രോഗം ഏത്? എലിപ്പനിയാണ്. എലിപ്പനി പരത്തുന്നത് ലെപ്റ്റോസ്പൈറ ബാക്ടീരിയ. ചുവടെ തന്നിരിക്കുന്നവയിൽ ശ്വാസകോശ രോഗം ഏതാണ്? എംഫിസിമയാണ്. ചുവടെ തന്നിരിക്കുന്നതിൽ ശ്വാസകോശ രോഗം ഏതാണ്? എംഫിസിമ. പ്രമേഹ രോഗ ബോധവൽക്കരണത്തിന് ഉപയോഗിക്കുന്ന ലോഗോ ഏതാണ്? നീലവൃത്തം. പ്രമേഹ രോഗ ബോധവൽക്കരണത്തിന് ഉപയോഗിക്കുന്ന ലോഗോയാണ് നീലവൃത്തം. ഏത് സൂക്ഷ്മജീവിയാണ് അറ്റ്ലസ് ഫൂട്ട് എന്ന രോഗം ഉണ്ടാക്കുന്നത്? ഏത് സൂക്ഷ്മജീവിയാണ്? അറ്റ്ലസ് ഫൂട്ട് ഫംഗസ് ആണ്. ശരീര വളർച്ചയ്ക്ക് സഹായിക്കുന്ന പോഷക ഘടകം ഏത്? പോഷക ഘടകം ഏതാണ്? പ്രോട്ടീൻ ആണ്. ഓപ്ഷൻ ബി പ്രോട്ടീൻ. രക്തം കട്ടപിടിക്കുവാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ്? രക്തം കട്ടപിടിക്കുവാനായിട്ട് സഹായിക്കുന്ന വിറ്റാമിൻ കെ ആണ്. രക്തം കട്ടപിടിക്കുവാൻ സഹായിക്കുന്ന വിറ്റാമിൻ.
കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം ഏത്? കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം ഏതാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം. 3 മാത്രം. തട്ടേക്കാട് പക്ഷി സങ്കേതമാണ് കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം. കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? മംഗളവനം പക്ഷി സങ്കേതമാണ്. എറണാകുളം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന മംഗളവനം പക്ഷി സങ്കേതമാണ് ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം. ഏറ്റവും ആദ്യത്തെ പക്ഷി സങ്കേതം ഏതാണ്? തട്ടേക്കാടാണ്. ശ്രീനാരായണ ഗുരുവുമായി ബന്ധമില്ലാത്ത പ്രസ്താവനകൾ കണ്ടെത്തുക. ബന്ധമില്ലാത്തത് തന്നിരിക്കുന്നു. മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചു. അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തി. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചു. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ശ്രീനാരായണ ഗുരുവുമായിട്ട് ബന്ധമില്ലാത്ത പ്രസ്താവനയാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. 3 മാത്രമാണ്. 3 മാത്രം. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് ആരാണ്? അയ്യങ്കാളിയാണ്. അയ്യങ്കാളി. മനുഷ്യനിൽ ആഹാര വസ്തുക്കൾ കടിച്ചു കീറുവാൻ സഹായിക്കുന്ന പല്ലുകൾ ഏതാണ്? മനുഷ്യനിൽ ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ലുകൾ കോമ്പല്ലാണ്. ഓപ്ഷൻ ബി കോമ്പല്ല്. ഇന്ത്യയിൽ 1-ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം? 1-ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് 1951 1951. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏതാണ്? ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഇന്ത്യയാണ്. സമത്വ സമാജം സ്ഥാപിച്ചത് ആര്? സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികൾ. സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികൾ. ഈജിപ്തിന്റെ ജീവരക്തം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നദി? ഈജിപ്തിന്റെ ജീവരക്തം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് നൈൽ നദിയാണ്. നൈൽ നദി. പരോക്ഷ നികുതി അല്ലാത്തത് ഏത്? പരോക്ഷ നികുതി അല്ലാത്തത് ഇവിടെ തന്നിരിക്കുന്നു. സേവന നികുതി, വിനോദ നികുതി, വ്യക്തിഗത ആദായ നികുതി, പരസ്യ നികുതി. പരോക്ഷ നികുതി അല്ലാത്തത് വ്യക്തിഗത ആദായ നികുതിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡിലാണ്. ജാർഖണ്ഡ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം ഏതാണ്? ജാരിയാണ്. ജാർഖണ്ഡിലെ ജാരിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം. പൊട്ടാസ്യം പെർമാംഗനേറ്റ് തടികൾ ചൂടാക്കിയാൽ ഉണ്ടാകുന്ന വാതകം ഏത്? പൊട്ടാസ്യം പെർമാംഗനേറ്റ് തടികൾ ചൂടാക്കിയാൽ ഉണ്ടാകുന്നത് ഓക്സിജൻ ആണ്. ഓക്സിജൻ. താരാപൂർ ആണവോർജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? താരാപൂർ ആണവോർജ നിലയം സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്ര. താരാപൂർ ആണവോർജ നിലയം സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്ര. പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല? പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയാണ്. ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയാണ് പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല. ഇന്ത്യയിൽ ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഏത്? ഇന്ത്യയിൽ ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഉപദ്വീപീയ പീഠഭൂമി. ഇന്ത്യൻ ദേശീയ പതാകയിൽ സമാധാനത്തെയും സമത്വത്തെയും പ്രതിനിധീകരിക്കുന്ന നിറം ഏതാണ്? ഇന്ത്യൻ ദേശീയ പതാകയിൽ സമാധാനത്തെയും സമത്വത്തെയും പ്രതിനിധീകരിക്കുന്നത് വെള്ള നിറമാണ്. വെള്ള നിറം. മാനവ സന്തോഷ സൂചിക വികസിപ്പിച്ച രാജ്യമേത്? മാനവ സന്തോഷ സൂചിക വികസിപ്പിച്ചത് ഭൂട്ടാൻ. ഓപ്ഷൻ ഡി ഭൂട്ടാൻ. വന്ദേ മാതരം ഏതു ഭാഷയിലാണ് രചിക്കപ്പെട്ടിരിക്കുന്നത്? വന്ദേ മാതരം രചിക്കപ്പെട്ടിരിക്കുന്നത് ബംഗാളി ഭാഷയിലാണ്. ബംഗാളി. പൂർണ്ണ സ്വരാജ്യം എന്ന ആശയം നടപ്പിലാക്കിയ കോൺഗ്രസ് സമ്മേളനം ഏതാണ്? പൂർണ്ണ സ്വരാജ്യം എന്ന ആശയം നടപ്പിലാക്കിയ കോൺഗ്രസ് സമ്മേളനം ലാഹോർ സമ്മേളനമാണ്. ലാഹോർ സമ്മേളനം. 1929 ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിലാണ് പൂർണ്ണ സ്വരാജ്യം എന്ന ആശയം നടപ്പിലാക്കിയത്. 1929. ഭരണഘടനയുടെ താക്കോൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്? ഭരണഘടനയുടെ താക്കോൽ ആമുഖമാണ്. ആമുഖം. കേരളത്തിൽ 100 മീറ്ററിലേറെ നീളമുള്ള നദികളുടെ എണ്ണം എത്രയാണ്?
കേരളത്തിൽ 100 കിലോമീറ്ററിലേറെ നീളമുള്ള നദികളുടെ എണ്ണം 11. 100 കിലോമീറ്ററിലേറെ നീളമുള്ള നദികളുടെ എണ്ണം 11. കല്ലുമാല സമരം നടത്തിയത് ആരാണ്? അയ്യങ്കാളിയാണ്. കല്ലുമാല സമരം നടത്തിയത് അയ്യങ്കാളി. തോൽവിറക് സമരം നടന്നത് ഏത് ജില്ലയിലാണ്? കാസർഗോഡ് ജില്ലയാണ്. കാസർഗോഡ് ജില്ലയിലെ ചീമേനിയിലാണ് തോൽവിറക് സമരം നടന്നത്. കുണ്ടറ വിളംബരം നടന്ന വർഷം 1809 ജനുവരി 11 കുണ്ടറ വിളംബരം നടന്നത്. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്ന സ്ഥലം എവിടെയാണ്? പയ്യന്നൂരാണ്. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്ന സ്ഥലം ഏതാണ്? പയ്യന്നൂർ. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് അരുണ ആസഫ് അലിയെയാണ്. ഓപ്ഷൻ സി, അരുണ ആസഫ് അലി. ഗാന്ധിജി എന്തിനെയാണ് ആധുനികതയിലെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത്? ആധുനികതയിലെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ്. ക്ഷേത്രപ്രവേശന വിളംബരം. സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ മനുഷ്യ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വിറ്റാമിൻ ഏത്? സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ മനുഷ്യ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്നത് വിറ്റാമിൻ ഡി ആണ്. വിറ്റാമിൻ ഡി, സൺഷൈൻ വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ ഡി. കലാമിൻ ഏത് ലോഹത്തിന്റെ അയിരാണ്? സിങ്കിന്റെ അയിരാണ് കലാമിൻ. പീരിയോഡിക് ടേബിളിൽ അലസവാതകങ്ങൾ ഏത് ഗ്രൂപ്പിലായിരിക്കും കാണപ്പെടുന്നത്? പീരിയോഡിക് ടേബിളിൽ അലസവാതകങ്ങൾ കാണപ്പെടുന്നത് 18ാമത്തെ ഗ്രൂപ്പിലായിരിക്കും. 18ാമത്തെ ഗ്രൂപ്പ്. കേരള സ്പോർട്സ് കൗൺസിലിന് രൂപം നൽകിയത് ആര്? കേരള സ്പോർട്സ് കൗൺസിലിന് രൂപം നൽകിയത് ഗോദവർമ്മ രാജയാണ്. ഉമിനീരിന്റെ pH മൂല്യം എത്രയാണ്? ഉമിനീരിന്റെ pH മൂല്യം 6.2 to 7.6 ആണ്. ഉമിനീരിന്റെ pH മൂല്യം 6.2 to 7.6. ബട്ടർഫ്ലൈ സ്ട്രോക്ക് എന്ന പദം എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ബട്ടർഫ്ലൈ സ്ട്രോക്ക് ഓപ്ഷൻ എ ആണ് 3, നീന്തലുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ബട്ടർഫ്ലൈ സ്ട്രോക്ക്. ഭൂമി ഒരു തവണ സ്വയം തിരിയുവാൻ എടുക്കുന്ന സമയം എത്രയാണ്? ഭൂമി ഒരു തവണ സ്വയം തിരിയുവാനായിട്ട് എടുക്കുന്ന സമയം 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ് ആണ്. 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ് ആണ് ഭൂമി ഒരു തവണ സ്വയം തിരിയുവാൻ എടുക്കുന്ന സമയം. ഇന്ത്യയിലെ ആദ്യത്തെ ചണ മിൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ചണ മില്ല് ഓപ്ഷൻ സി ആണ് ഉത്തരം. 2 മാത്രം, റിഷ്രയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ചണ മില്ല് റിഷ്ര. വിൽസൺസ് രോഗത്തിന് കാരണമായ മൂലകം ഏതാണ്? വിൽസൺസ് രോഗത്തിന് കാരണമായ മൂലകം ഓപ്ഷൻ സി ആണ് ഉത്തരം. 2 മാത്രം, ചെമ്പാണ്. വിൽസൺസ് രോഗത്തിന് കാരണമായ മൂലകം ഏത്? ചെമ്പ്. ഇന്ത്യയുടെ ആദ്യത്തെ സൈബർ ഫോറൻസിക് ലബോറട്ടറി എവിടെയാണ് സ്ഥാപിച്ചിട്ടുള്ളത്? ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ ഫോറൻസിക് ലബോറട്ടറി സ്ഥാപിച്ചിട്ടുള്ളത് ത്രിപുരയിലാണ്. ഓപ്ഷൻ എ, ത്രിപുര. വിന്ധ്യ പർവ്വതത്തിന് തൊട്ടു തെക്കായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏത്? വിന്ധ്യ പർവ്വതത്തിന് തൊട്ടു തെക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണ്? സാത്പുര പർവ്വതനിരയാണ്. പർവ്വതനിര. ഉത്തരേന്ത്യൻ സമതലത്തിൽ വീശുന്ന ഉഷ്ണക്കാറ്റ് ഏതാണ്? ലൂ ആണ്. ഉത്തരേന്ത്യൻ സമതലത്തിൽ വീശുന്ന ഉഷ്ണക്കാറ്റ് ലൂ. ധവളപ്രകാശം ഘടകവർണ്ണങ്ങളായി വേർതിരിക്കുന്ന പ്രതിഭാസം ഏതാണ്? ധവളപ്രകാശം ഘടകവർണ്ണങ്ങളായി വേർതിരിക്കുന്ന പ്രതിഭാസം പ്രകീർണനമാണ്. ഗോഡ്വിൻ ഓസ്റ്റിൻ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ കൊടുമുടി മൗണ്ട് കേറ്റു. ഗോഡ്വിൻ ഓസ്റ്റിൻ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ കൊടുമുടി ഏത്? മൗണ്ട് കേറ്റു. പരുപരുത്തതോ വളഞ്ഞതോ ആയ പ്രതലത്തിൽ പ്രകാശകിരണങ്ങൾ പതിക്കുമ്പോഴുണ്ടാകുന്ന പ്രതിഭാസം. പരുപരുത്തതോ വളഞ്ഞതോ ആയ പ്രതലത്തിൽ പ്രകാശകിരണങ്ങൾ പതിക്കുമ്പോഴുണ്ടാകുന്ന പ്രതിഭാസമാണ് വിസരിത പ്രതിഫലനം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. വിസരിത പ്രതിഫലനം.
ഹിരാക്കുഡ് നദീതട പദ്ധതി ഏത് സംസ്ഥാനത്താണ്? ഹിരാക്കുഡ് നദീതട പദ്ധതി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഒഡീഷയാണ്. ഹിരാക്കുഡ് നദീതട പദ്ധതി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഒഡീഷ. വൂളാർ തടാകം എവിടെയാണ്? വൂളാർ തടാകം എവിടെയാണ്? ജമ്മു കാശ്മീരിലാണ്. വൂളാർ തടാകം എവിടെയാണ്? ജമ്മു കാശ്മീർ. കെരാറ്റോപ്ലാസ്റ്റിയിൽ ഏതു ഭാഗമാണ് മാറ്റിവെക്കുന്നത്? കെരാറ്റോപ്ലാസ്റ്റിയിൽ മാറ്റിവെക്കുന്നത് കോർണിയയാണ്. കോർണിയയാണ് കെരാറ്റോപ്ലാസ്റ്റിയിൽ മാറ്റിവെക്കുന്നത്. അറബിക്കടലിൽ പതിക്കുന്ന നദി ഏതാണ്? അറബിക്കടലിൽ പതിക്കുന്ന നദി ഏതാണ്? നർമ്മദ നദിയാണ്. അറബിക്കടലിൽ പതിക്കുന്ന നദി നർമ്മദ നദി. ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി? ബംഗാളിന്റെ ദുഃഖം ദാമോദർ നദിയാണ്. ദാമോദർ നദിയാണ് ബംഗാളിന്റെ ദുഃഖം എന്ന് അറിയപ്പെടുന്നത്. ദാമോദർ നദി. ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം? ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡിലാണ്. ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ജാർഖണ്ഡ്. മലമ്പനിക്ക് നൽകുന്ന ഔഷധം ഏത്? മലമ്പനിക്ക് നൽകുന്ന ഔഷധം ക്വിനൈൻ ആണ്. ക്വിനൈൻ. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം? ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഉത്തര മഹാസമതലമാണ്. ഉത്തര മഹാസമതലം. ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം എത്രയാണ്? ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം 3214 കിലോമീറ്റർ ആണ്. ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം 3214 കിലോമീറ്റർ. പട്ടിണി കിടക്കുന്നവരോട് മതബോധനം നടത്തുന്നത് അവനെ അപഹസിക്കുന്നതിന് തുല്യമാണ്. ആരുടെ വാക്കുകളാണിത്? പട്ടിണി കിടക്കുന്നവരോട് മതബോധനം നടത്തുന്നത് അവനെ പരിഹസിക്കുന്നതിന് തുല്യമാണ്. ആരുടെ വാക്കുകൾ ആണ് ഇത്? സ്വാമി വിവേകാനന്ദന്റെ വാക്കുകളാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. സ്വാമി വിവേകാനന്ദൻ. താഴെ പറയുന്നവരിൽ ക്യാബിനറ്റ് മിഷനിലെ അംഗമല്ലാത്തത് ആര്? അംഗം അല്ലാത്തത് ക്ലെമന്റ് ആറ്റ്ലി ആയിരുന്നു. ക്ലെമന്റ് ആറ്റ്ലി. പൈത്തിക് ലോറൻസ്, എ വി അലക്സാണ്ടർ, സ്റ്റാഫോർഡ് ക്രിപ്സ് എന്നിവർ ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ. ആരൊക്കെയാണ്? പൈത്തിക് ലോറൻസ്, എ വി അലക്സാണ്ടർ, സ്റ്റാഫോർഡ് ക്രിപ്സ്. എത്ര ഡിഗ്രി സെൽഷ്യസിലാണ് ജലത്തിന് ഏറ്റവും ഉയർന്ന സാന്ദ്രതയുള്ളത്? എത്ര ഡിഗ്രി സെൽഷ്യസിലാണ് ജലത്തിന് ഏറ്റവും ഉയർന്ന സാന്ദ്രതയുള്ളത്? 4 ആണ്. 4. ഓപ്ഷൻ സി 4. കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏത്? കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി വയനാട് പീഠഭൂമിയാണ്. വയനാട് പീഠഭൂമി. തിരുവനന്തപുരത്ത് 5 തെങ്ങുകൾ ഇംഗ്ലീഷുകാർക്ക് വ്യാപാരശാല സ്ഥാപിക്കാൻ അനുവാദം നൽകിയ വേണാട് ഭരണാധികാരി? തിരുവനന്തപുരത്ത് 5 തെങ്ങില് ഇംഗ്ലീഷുകാർക്ക് വ്യാപാരശാല സ്ഥാപിക്കാൻ അനുവാദം നൽകിയ വേണാട് ഭരണാധികാരി ഉമ്മയമ്മ റാണിയാണ്. ഉമ്മയമ്മ റാണി. ഓപ്ഷൻ ബി. ഏറ്റവും വലിയ ശ്വേതരക്താണു ഏത്? ഏറ്റവും വലിയ ശ്വേതരക്താണു മോണോസൈറ്റ്. ഏറ്റവും വലിയ ശ്വേതരക്താണു മോണോസൈറ്റ്. ഫ്ലാവി വൈറസ് പരത്തുന്ന രോഗം ഇവയിൽ ഏതാണ്? ഫ്ലാവി വൈറസ് പരത്തുന്നത് ജപ്പാൻ ജ്വരം. ജപ്പാൻ ജ്വരം പരത്തുന്നത് ഫ്ലാവി വൈറസ് ആണ്. കുട്ടികളിലെ പ്രമേഹ രോഗം തടയുന്നതിനായി കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ആരംഭിച്ച പദ്ധതി ഏതാണ്? കുട്ടികളിലെ പ്രമേഹ രോഗം തടയുന്നതിനായിട്ട് കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ആരംഭിച്ച പദ്ധതിയാണ് മിഠായി. പദ്ധതിയുടെ പേര് മിഠായി. ഖൈബർ ബോലാൻ മലമ്പാതകൾ സ്ഥിതി ചെയ്യുന്ന ഹിന്ദുക്കുഷ് പർവ്വതനിരകൾ സ്ഥിതി ചെയ്യുന്നത് ഏതെല്ലാം രാജ്യങ്ങളിലാണ്? ഖൈബർ ബോലാൻ മലമ്പാതകൾ സ്ഥിതി ചെയ്യുന്ന ഹിന്ദുക്കുഷ് പർവ്വതനിരകൾ സ്ഥിതി ചെയ്യുന്നത് ഏതെല്ലാം രാജ്യങ്ങളിലാണ്? പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലായിട്ടാണ് ഖൈബർ ബോലാൻ മലമ്പാതകൾ സ്ഥിതി ചെയ്യുന്ന ഹിന്ദുക്കുഷ് പർവ്വതനിരകൾ സ്ഥിതി ചെയ്യുന്നത്. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ. 86ാമത് ഭേദഗതി പ്രകാരം ഇന്ത്യൻ ഭരണഘടനയുടെ മൗലികാവകാശത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ട അനുച്ഛേദം ഏത്? 86ാമത് ഭേദഗതി പ്രകാരം ഇന്ത്യൻ ഭരണഘടനയുടെ മൗലികാവകാശത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ട അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 21A ആണ്. അനുച്ഛേദം 21A. നവംബർ 26ന്റെ പ്രാധാന്യം ചുവടെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? നവംബർ 26ന്റെ പ്രാധാന്യം. ഓപ്ഷൻ എ ആണ് ഉത്തരം. 1, 2 എന്നിവ. ദേശീയ നിയമദിനം, ദേശീയ ഭരണഘടനാ ദിനം. ദേശീയ നിയമദിനമായിട്ട് ആചരിക്കുന്നത് നവംബർ 26. ദേശീയ ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നത് നവംബർ 26.
ഉപദ്വീപീയ പീഠഭൂമിയിലെ ഭൂരിഭാഗം നദികളും പതിക്കുന്ന സമുദ്രം. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഭൂരിഭാഗം നദികളും പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിലാണ്. ബംഗാൾ ഉൾക്കടൽ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ താർ മരുഭൂമിയുടെ രൂപീകരണത്തിൽ പ്രധാന പങ്ക് വഹിച്ച മലനിരകൾ. താർ മരുഭൂമിയുടെ രൂപീകരണത്തിൽ പ്രധാന പങ്ക് വഹിച്ച മലനിരകൾ ആരവല്ലി നിരകളാണ്. ആരവല്ലി നിരകൾ. കിസാൻഘട്ട് ആരുടെ സമാധി സ്ഥലമാണ്? കിസാൻഘട്ട് ചരൺ സിംഗിന്റെ സമാധി സ്ഥലമാണ് കിസാൻഘട്ട്. പാസ്കൽ ഏതിന്റെ യൂണിറ്റ് ആണ്? പാസ്കൽ. പാസ്കൽ ഏതിന്റെ യൂണിറ്റ് ആണ്? മർദ്ദത്തിന്റെ യൂണിറ്റ് ആണ് പാസ്കൽ. മർദ്ദത്തിന്റെ യൂണിറ്റ് പാസ്കൽ. അവസാനത്തെ ചോദ്യം, ഖരപദാർത്ഥങ്ങളിലൂടെ താപം പ്രേഷണം ചെയ്യപ്പെടുന്നത് ഏത് പ്രക്രിയ വഴിയാണ്? ഖരപദാർത്ഥങ്ങളിലൂടെ താപം പ്രേഷണം ചെയ്യപ്പെടുന്നത് ചാലനമാണ്. ചാലനം. 100 പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കിയത്. ഇതിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്